2020 ഒരു സംഭവം നടന്നു. കേരളത്തിൽ ഒരു മുസ്ലിം പേരുകാരനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ കാറിന്റെ പിന്നിൽ ഒരു പട്ടിയെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. അങ്ങനെ പട്ടി മരിച്ചുപോയി, ചത്തുപോയി. അപ്പൊ ഈ വാർത്ത വന്നതോടുകൂടി കേരളത്തിലെ സുപ്രസിദ്ധനായിട്ടുള്ള നാസ്തികനായിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്, ഇറ്റ് പോയ്സൺ എവ്രി മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പട്ടിയെ കെട്ടിവലിക്കാൻ അയാൾ ചിന്തിക്കാൻ കാരണം, അയാൾ അങ്ങനെ ചിന്തിക്കാൻ, ഒരു പട്ടിയെ കെട്ടിവലിച്ചു കൊണ്ടുപോകാനുള്ള അത്തരം തെറ്റായ കാര്യങ്ങൾ അയാൾ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? പട്ടികളോട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പട്ടി ഹറാമാണ്. അപ്പൊ ആ ഇസ്ലാം പറഞ്ഞ ആ പട്ടി ഹറാമാണെന്ന് പറഞ്ഞ സംഗതി തലയിൽ കയറിയത് കൊണ്ടാണ് ആ മതം എന്ന് പറയുന്ന, ഇസ്ലാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അത് തലയിൽ കയറിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഇയാള് പട്ടിയെ എങ്ങനെ കെട്ടി വലിച്ചു കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. പക്ഷെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശേഷം കേരളത്തിൽ മറ്റൊരു വാർത്ത നമുക്ക് കാണാൻ പറ്റും. ഇതിന് ശേഷം വന്ന മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാബു എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി ഇതേപോലെ ഒരു പട്ടിയെ കെട്ടി വലിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞല്ലോ മതത്തിന്റെ സോഫ്റ്റ്വെയർ ആണ് പ്രശ്നം, അല്ലെ? മതത്തിന്റെ സോഫ്റ്റ്വെയർ ആണ് പ്രശ്നം, ഇസ്ലാമിന്റെ സോഫ്റ്റ്വെയർ ആണ് പ്രശ്നം. ഇവിടെ സോഫ്റ്റ്വെയർ ഇല്ലേ? ഷാബു എന്ന് പറയുന്ന മുസ്ലിം പേരുകാരനല്ലാത്ത മറ്റൊരു മതക്കാരനായിട്ടുള്ള ആൾ ഇതേ കാര്യം ചെയ്യുമ്പോൾ അവിടെ പിന്നെ മതമില്ല, അവിടെ മതത്തിന്റെ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമല്ല, അത് ആ വ്യക്തിയുടെ പ്രശ്നമല്ലേ? ഷാബു എന്ന് പറയുന്ന ഒരാളുടെ, അയാൾ അങ്ങനെ ഒരു ദുഷ്ടനായിപ്പോയി, അയാളുടെ മതത്തിന്റെ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നങ്ങളൊന്നും അവിടെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു കാര്യം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഇസ്ലാമിന്റെ തലക്ക്, ഇനി മുസ്ലിം അല്ലെങ്കിലോ അത് ആ വ്യക്തി ഭയങ്കര ദുഷ്ടനായി പോയതുകൊണ്ടാണ്.